ഞാൻ ഐഷ ഹിബ ഫ്രം മൈൻഡ്സ് മെൻട്രി. നിങ്ങളുടെ കുട്ടിയെ നല്ല കോൺഫിഡൻസും ഒപ്പീനിയനുമുള്ള ഒരാളാക്കി വളർത്തണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. വലുതാകുന്ന സമയത്ത് എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, എല്ലാവരോടും തുറന്ന് എന്താണോ അവന് ആവശ്യം അത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഇപ്പോഴേ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലേ അങ്ങനെ ഒരു കുട്ടിയാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുള്ളൂ. ഫ്യൂച്ചറിൽ സക്സസ് ആയി എന്തൊരാവശ്യമുണ്ടെങ്കിലും എന്തൊരു കാര്യമുണ്ടെങ്കിലും ആളുകൾ എന്ത് വിചാരിക്കും അല്ലെ എന്ത് കരുതുമെന്ന് കരുതാതെ സ്വയം എന്താണോ ആഗ്രഹം അത് ഒപ്പീനിയനായിട്ട് ആളുകളോട് പറയാൻ പറ്റുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങളെ കുട്ടിയെ വളർത്താൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് അതിന് പരിശ്രമിച്ച് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ എങ്ങനെ നിങ്ങളുടെ കുട്ടിയെ ഇങ്ങനെ ഒരാളാക്കി മാറ്റാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ട് 10 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കോൺഫിഡൻസ് ഉള്ള ഒപ്പീനിയൻസ് ഉള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ വളർത്താൻ പറ്റും. ചെറിയ കാര്യങ്ങളാണ് ഇത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുട്ടിയെ ചെറുതായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. ചെറിയ കുട്ടി ആയിക്കോട്ടെ എന്നാലും അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, കുട്ടിക്ക് ഇമോഷണലി ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടിയെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്ര നല്ല കാര്യമായിരിക്കും അല്ലേ? അതിനാദ്യം വേണ്ടത് ഒരു സ്പേസാണ്. നിങ്ങളുടെ അടുത്ത് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നു, അവരുടെ ഇമോഷൻസ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവർ തന്നെ അതിന് പറ്റിയ പ്രാപ്തരായ ഒരു കുട്ടികളാണെന്നും അവർക്ക് തോന്നിക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ അവരെ ഫീൽ ചെയ്യിച്ച് കഴിഞ്ഞാലേ സാധിക്കുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ എന്തും പറയാനുള്ളൊരു സ്പേസ് ആദ്യം ഉണ്ടാക്കുക. അവർക്ക് എന്ത് ചെയ്താലും അവർ ചെയ്യുന്ന രീതി തിരുത്തി കൊടുക്കാൻ ആളുകളുണ്ട്, അല്ലെ അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്താൽ മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാനും ആൾ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കുക. എങ്കിൽ അവർ തന്നെ കുറേശ്ശെ അതെന്താണെന്ന് മനസ്സിലാക്കി ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, കുട്ടി കണക്ഷൻസ് ഉണ്ടാക്കുന്നത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആളുകളുമായിട്ട് സംസാരിക്കുന്നതും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നതും എല്ലാവരോടും കണക്ട് ചെയ്യുന്നതൊക്കെ അവരെ പഠിപ്പിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്യുക. ചെറിയ കുട്ടിക്ക് എന്തിനാ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ട് എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ തെറ്റായ ഒരു ആലോചനയാണ്. ഞാനീ പറയുന്നത് ഒരിക്കലും കുട്ടിക്ക് ഇപ്പം ഉപകാരപ്പെടാനുള്ള കാര്യമല്ല. എന്നാൽ ഫ്യൂച്ചറിൽ ഒരു കണക്കിനും ആ കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒപ്പീനിയൻസ് കൺവേ ചെയ്യാനും പറ്റുന്ന ഒരാളാക്കണമെങ്കിൽ അവർ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ അവർ വലുതാകുന്ന സമയത്തും കണക്ഷൻസ് ഉണ്ടാക്കുന്നതിനോട് താല്പര്യപ്പെടും. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഇൻട്രോവേർട്ടായിട്ടുള്ള കുറേ ആൾക്കാർ. എന്തുകൊണ്ടാണ്? അവർക്ക് തന്നെ ഉൾവലിവ് ഉള്ളത് കൊണ്ടാണ്. അതില്ലാതിരിക്കണമെങ്കിൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ ചെറുപ്പത്തിലെ ശീലിപ്പിക്കണം. ആരോട് സംസാരിച്ചാലും ഒതുക്കി പിടിക്കുന്നൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സംസാരിക്കേണ്ട എന്ന് പറയുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും കണക്ഷൻസ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടില്ല. അപ്പം നിങ്ങളത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയിലും അതിൻ്റെതായ ചേഞ്ചസ് കാണുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും അവനോട് സംസാരിച്ചും അതുപോലെ എല്ലാവരോടും സംസാരിപ്പിച്ചും ശീലിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, കുട്ടിയിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും? അത് സ്വയം കുട്ടിക്ക് തോന്നേണ്ടതല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും കുട്ടിക്ക് സ്വയം ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല, അല്ലെങ്കിൽ സ്വയം കോൺഫിഡൻസ് കണ്ടെത്താനുള്ള പ്രായം ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യുക. അവർ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് സ്വയം തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയ ചെറിയ അപ്രീസിയേഷൻസ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കും. അതിലൂടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും, അല്ലെ എന്നെ അംഗീകരിക്കും എന്നുള്ള തോന്നൽ കൊണ്ട് തന്നെ അവർക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ബിൽഡായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമത്തത്, ഡിസിഷൻ മേക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം അവർക്ക് എടുത്തു കൊടുക്കുക, അല്ലെ അവർക്ക് എന്താണെങ്കിലും നിങ്ങൾ ചെയ്തെടുക്കുന്നൊരു ശീലമായിരിക്കും. അത് ഒഴിവാക്കിയിട്ട് അവർക്കും ഡിസിഷൻസ് എടുക്കാൻ സഹായിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ടാസ്കൊക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു 3 ടോയ് മുന്നിൽ വെച്ചിട്ട് നിനക്കിതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടത് അതിലൊന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ടാസ്ക് ആയിരിക്കില്ല. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു ഡിസിഷൻ മേക്കിംഗ് തന്നെയാണ്. അതിലേതാണ് തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചിന്തിച്ച് ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ഒന്നെടുക്കണം എന്നുള്ള രീതിയിലാവും.
കുട്ടിക്ക് ഒന്ന് സെലക്ട് ചെയ്യും. അതുപോലെ വസ്ത്രങ്ങൾ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഇപ്പം നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങളുടെ കുട്ടിക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് കുട്ടിയും കൊണ്ടുപോകുക, അവനോട് എടുത്തോളം പറയുക, അത് വാങ്ങിത്തരും എന്നുള്ള രീതിയിലേക്കൊക്കെ ആകുന്ന സമയത്ത് കുട്ടിക്ക് തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഉള്ളിൽ ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യുക, അവർക്ക് ഡിസിഷൻസ് എടുക്കാനുള്ളൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവരെ അതിന് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ് വർദ്ധിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. 5ാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നല്ല ബിഹേവിയർ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് നല്ല ബിഹേവിയർ എന്നാ ചോദിക്കുന്നെങ്കിൽ, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതാണെന്ന് തന്നെ പറയുക. ചീത്ത കണ്ടാൽ ചീത്തയാണെന്നും പറയുക. നല്ല കാര്യങ്ങളായിക്കോട്ടെ, ചെറിയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന് താങ്ക് യു പറയുന്നതോ സോറി പറയുന്നതോ അല്ലെങ്കിൽ ആളുകളോട് കൈൻഡായിട്ട് പെരുമാറുന്നത് പോലും നല്ല ബിഹേവിയർ ആണ്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നീ ചെയ്തത് നല്ലതാണ്, ഇത് ഇനിയും ചെയ്യണം കേട്ടോ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷിപ്പിച്ച് അത് പിന്നെയും ചെയ്യാൻ അവർക്ക് പ്രേരിപ്പിക്കുക, അവരുടെ ബിഹേവിയർ നല്ലതാക്കി മാറ്റാൻ ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ സ്ട്രെങ്തൻ ആക്കാനും അവരുടെ ചിന്താഗതികൾ നല്ലതാക്കാനും ഇത് സഹായിക്കും. 6ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ ചിന്തിപ്പിക്കാനും പ്രേരിപ്പിക്കാനാണെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെ ചോദിക്കുക. നീ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ നിനക്ക് എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് കുട്ടി ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ചിന്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ അതെന്ത് ചെയ്യും, കുട്ടി ചിന്തിക്കും ഓരോ കാര്യങ്ങൾ. അതായത് കുട്ടി വലുതാകുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ വലുതാക്കി കൊണ്ടുവരിക, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും വലുതാക്കി കൊണ്ടുവരിക എന്നതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവർ ചിന്തിപ്പിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ടോ നിങ്ങൾ, അല്ലെ എങ്ങനെ ഇത് വർദ്ധിപ്പിക്കാം, ഇതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ഒപ്പീനിയനുള്ളൊരു കുട്ടിയെ ഒരു കാര്യവും ഇല്ല. അത് പറയാനുള്ളൊരു ധൈര്യവും അത് പറയാനുള്ളൊരു കഴിവും കുട്ടിക്ക് വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അധികമായിട്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുക. എപ്പോഴും അവരോട് സംസാരിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. എന്ത് ചെയ്യുക, എവിടെ പോയാലും ആളുകളോട് ഇവർ സംസാരിക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവരോട് കഥകൾ ഇങ്ങനെ ചോദിക്കുക. ഇതിലൂടെ കുട്ടിക്ക് ഒരു സ്പേസ് ഉണ്ട്, എന്ന് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞാൽ നല്ലതാണ് എന്നുള്ള രീതിയിലേക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുക. അതുപോലെ വലുതാകുന്ന സമയത്ത് ഒപ്പീനിയൻസ് കൺവേ ചെയ്യാൻ വളരെ നല്ല രീതിക്ക് കുട്ടിക്ക് സാധിക്കുകയും ചെയ്യും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പം ചെറുപ്പത്തിലെ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളൊരു കുട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് സാധിക്കും. അല്ലെങ്കിൽ എല്ലാം പറയാൻ ഭയക്കുന്ന ഒരു കുട്ടിയായിട്ട് നിങ്ങളുടെ കുട്ടി മാറിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോഴേ ചെറിയ രീതിയിൽ ശീലിപ്പിച്ച് കൊണ്ടുവരിക. 8ാമത്തെ കാര്യം, അവരെ നിലനിൽപ്പ് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവിടെ അവർക്കൊരു വില നൽകുക, അല്ലെ അവരവിടെ ഉണ്ട് എന്നുള്ളൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരോടും ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിയ ആളുകളുടെ സംസാരമായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നൊരു കാര്യമാണ്, അവൻ കുട്ടിയല്ലേ, അവനൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയും. പക്ഷെ അങ്ങനെ ചെയ്യാതെ അവനെയോട് ചേർത്ത് പിടിച്ച്, നിങ്ങളുടെ കുട്ടി അവിടെ ഉണ്ടെങ്കിൽ കുട്ടിയോടുകൂടി സംസാരിച്ച് അവിടെ അവനൊരു നിലനിൽപ്പുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ജീവിക്കുക, അല്ലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ കുട്ടിക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു തോന്നുകയും അവിടെയും എന്തും പറയാം എന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടിയുടെ ഉള്ളിൽ തന്നെ വരികയുള്ളൂ. 9ാമത്തെ കാര്യം, റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ വലുതാകുന്ന സമയത്തും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കുട്ടിക്ക് സാധിക്കുള്ളൂ. ചെറിയ കുട്ടിക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി എന്നാണോ എങ്കിൽ ചെറിയ കുട്ടിക്ക് ചെറിയ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊടുക്കാമല്ലോ. നിങ്ങളെ സംബന്ധിച്ചത് റെസ്പോൺസിബിലിറ്റീസ് അല്ലാത്തത് ചെറിയ കുട്ടിയെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം. ചെറിയ ചെറിയ ടാസ്കുകൾ, ഇങ്ങനെ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു തൂകുന്നുണ്ടാവും, അത് നോക്കാൻ പറയുന്നതൊക്കെ ഒരു ടാസ്ക് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ അതൊക്കെ ശീലിപ്പിക്കുക. മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നോക്കണം, നിറഞ്ഞാൽ ഓഫാക്കണം എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നിറയുന്നവരെ നോക്കി നിന്നിട്ട് ഓഫാക്കും. ഇതെന്താണ്, അവൻ്റെ ഉള്ളിലൊരു ചിന്തഗതിയാണ്, ആ ഓഫാക്കൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എന്നെയാണ് അമ്മ പറഞ്ഞ് വെച്ചിട്ട് പോയിക്കുന്നത്. അപ്പം
ഞാനത് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരികയാണ്. ഇത് വലുതാവുന്നതനുസരിച്ച് വലിയ വലിയ ടാസ്കുകൾ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടി വലിയൊരു സ്ഥാനത്തെത്തുന്ന സമയത്ത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കുട്ടി സ്വയം മുന്നോട്ട് വരികയും റെസ്പോൺസിബിലിറ്റി ഭയക്കാത്തൊരു കുട്ടിയായിട്ട്, ഒരു കോൺഫിഡൻസ് ഉള്ള, ഒപ്പീനിയൻസ് ഉള്ള ഒരു കുട്ടിയായിട്ട് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 10ാമത്തെ കാര്യം, ഇമോഷണൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത തോന്നുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ട് വരിക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇമോഷണൽ ഡിസോർഡേഴ്സ്, ലൈക്ക് ഇതുപോലെ ഡിപ്രഷൻ പോലെയുള്ള മറ്റ് ഇമോഷണൽ ഡിസോർഡറുകൾ ഇപ്പോൾ വല്ലാതെ കണ്ടുവരുന്നുണ്ട്. അപ്പം അത് തിരിച്ചറിയാനുള്ള കഴിവ് കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ പോലും അത് മെൻ്റൽ ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിന് കഴിയുള്ളൂ. ഇതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോഴേക്കും നിങ്ങളുടെ കുട്ടിയുടെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് ഇതെന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഒരു രീതിയിൽ കുട്ടിയെ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉള്ള, ഒപ്പീനിയൻസ് ഉള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ചെറിയ 10 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ചെറിയ രീതിയിൽ ടാസ്കുകളുടെ രൂപത്തിലോ എന്തെങ്കിലും രൂപത്തിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊക്കെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വളരെ കോൺഫിഡൻസ് ഉള്ള, ഭയങ്കര സ്ട്രെങ്ത് ഉള്ള, എന്തും പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏതൊരു സ്ഥാനം ചെന്നാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങളുടെ കുട്ടി പറയണമെങ്കിൽ അതിനാദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻസ് ആണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു നിലയിൽ കുട്ടിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് ഞാനായിട്ട് പറയേണ്ടതില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ വളർത്തിയെടുക്കാൻ ഈ 10 ടിപ്സ് നോക്കിക്കൊണ്ട് ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ലൈഫിൽ മുന്നോട്ട് പോവുക. ഇത് നിങ്ങളുടെ ലൈഫിന് നല്ലൊരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ നല്ലൊരു കുട്ടിയാക്കി മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതുപോലുള്ള എന്തെങ്കിലും പാരൻറ്റിങ് ഹെൽപ്പിനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനോ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനോ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായം വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അതുപോലെ ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി, നിങ്ങളുടെ കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കാൻ ഈ വീഡിയോ സഹായിച്ചു എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മറ്റ് കണ്ടന്റുകൾക്കായി നമ്മുടെ മൈൻഡ് സൂം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.